ഏവർക്കും പെരുന്നാൾ സന്തോഷങ്ങൾ നേരുന്നു. കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു പെരുന്നാൾ കൂടി ആഘോഷിക്കാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. ഒരു മാസക്കാലത്തെ നോമ്പിന് പരിസമാപ്തി കുറിച്ചാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. വല്ലാത്ത സന്തോഷമുണ്ട്. അള്ളാഹുവിനോട് നമ്മൾ ധാരാളമായി ശുക്ർ പറയണം. അള്ളാഹു നമ്മെ കൈവിട്ടിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് പ്രിയമുള്ളവരെ ഇത്. പലപ്പോഴും ദൈവം നമ്മെ കൈവിട്ടു, നമ്മെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ? പക്ഷെ റമദാൻ എത്തുന്നതിന് മുമ്പ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹു റമദാനിൽ എത്തിക്കണേ, അള്ളാഹു ബല്ലിഗന റമദാൻ. എത്ര തവണ നമ്മൾ പ്രാർത്ഥിച്ചു. അള്ളാഹു ആ റമദാനിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചു. 30 ദിവസം നോമ്പെടുക്കാൻ 29 ദിവസം നോമ്പെടുത്തു, നിസ്കരിച്ചു, പ്രാർത്ഥിച്ചു, ഒരുപാട് കാര്യങ്ങൾ നിർവഹിച്ചു. അൽഹംദുലില്ലാഹ് ഇപ്പോൾ പെരുന്നാളും ആഘോഷിച്ചു. അള്ളാഹു കൈവിട്ടിട്ടില്ലല്ലോ, നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുകയല്ലേ, നമ്മെ സ്നേഹിച്ചിരിക്കുകയല്ലേ. നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നില്ല എന്ന പരാതി നമുക്കില്ലേ? പലപ്പോഴും റമദാനിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചല്ലോ. ഇതിലും വലിയ അനുഗ്രഹം ഇനി എന്ത് വേണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നോമ്പ് കഴിയുമ്പോൾ ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞെങ്ങനെയാണോ അത്ര നിഷ്കളങ്കനായിരിക്കുമെന്നാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിരിക്കുക, കുന്നുകൂടിയ പാപങ്ങൾ മുഴുവൻ പോയിരിക്കുക, ശുദ്ധ ഹൃദയമാണ്. ഇനി നമ്മൾ പുതിയ നല്ല കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കുത്തിവെക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, തിന്മയിലേക്ക് പോകാതിരിക്കുക. ഈ പെരുന്നാളോടുകൂടി എല്ലാം മറന്നു പോകുന്നവരായിട്ട് നമ്മൾ മാറരുത്. നമ്മൾ ശീലിച്ച ശീലങ്ങളെ, നോമ്പിൽ നമ്മൾ റമദാൻ മാസത്തിൽ നമ്മൾ സ്വീകരിച്ച സൽക്കർമ്മങ്ങൾ, നല്ല പ്രവൃത്തികൾ, അതൊക്കെയും ഇനിയും ജീവിതത്തിൽ നമ്മൾ തുടരുക. പ്രാർത്ഥനാ ദുർഭരമായ മനസ്സോടുകൂടി നമ്മൾ മുമ്പോട്ട് പോവുക. വലിയ സൗഭാഗ്യമാണ് അള്ളാഹു തന്നത്. ഈ സൗഭാഗ്യത്തെ തിരിച്ചറിയുക എന്നതാണ് ഈ റമദാനിലെ ഈ ഈദിൻ്റെ, ഈ പെരുന്നാൾ ദിവസത്തിലെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. അള്ളാഹു നൽകിയ നോമ്പ് ഒരു അനുഗ്രഹമാണെന്നും ഈദുൽ ഫിത്തറിൽ പങ്കെടുക്കാൻ സാധിച്ചത് വല്ലാത്തൊരു സന്തോഷമാണെന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു വിശ്വാസിക്ക് ഒരു സന്തോഷമുണ്ടായാൽ ഇൻ അസാബത്തുഹു സറാഉ ശക്കറ ഫക്കാന ഖൈറൻ ലഹു. അവനൊരു നന്മ ഉണ്ടായാൽ അവൻ അള്ളാഹുവിന് ശുക്ർ ചെയ്യും. അപ്പോൾ ആ നന്മ അവന് ഖൈറായിട്ട് മാറും. ഇപ്പോൾ പെരുന്നാൾ, നോമ്പ്, ഇതൊക്കെ അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ്. നമ്മളതുകൊണ്ട് അതിനെ തിരിച്ചറിയുന്നു, ശുക്റുള്ളവരായിട്ട് മാറുന്നു. പെരുന്നാൾ നിസ്കരിക്കുന്നത് വരെ ഇന്നലെ വൈകുന്നേരം ഷവ്വാലിൻ്റെ മാസപ്പിറവി കണ്ടതു മുതൽ നമ്മൾ തക്ബീർ ധ്വനികൾ ഉച്ചരിക്കുകയായിരുന്നു. അല്ലാഹു അക്ബർ എന്ന് ധാരാളമായി പറഞ്ഞു. ഇപ്പോൾ പെരുന്നാൾ ആഘോഷിച്ചു കഴിഞ്ഞു. ഇനി പ്രിയമുള്ളവരെ, നന്ദിയുള്ള ശുക്റുള്ള നാവുകളുമായി മനസ്സുമായി ജീവിക്കാൻ നമുക്ക് കഴിയണം. വരും നാളുകളിൽ നന്മകളുടെ ഒട്ടനവധി കൂമ്പാരമായി നമ്മുടെ ജീവിതം സമ്പന്നമാക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.